കലാലയ രാഷ്ട്രീയം എക്കാലത്തും കേരളത്തിൽ വലിയ അലയൊലികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പൊതു തെരഞ്ഞെടുപ്പുകളിൽ വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്ന നിലപാടുകളും. ആരെ തെരഞ്ഞെടുക്കണം, ആരെ തള്ളിക്കളയണമെന്ന് വിദ്യാർത്ഥികൾ നിലപാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകണം ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും. പുതുതലമുറയെ വോട്ടിന് പ്രാധാന്യം ഏറെയാണ് എന്ന് നമുക്കറിയാം. നമുക്ക് കേൾക്കാം മലബാർ ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിനോടുള്ള നിലപാട്. തെരഞ്ഞെടുപ്പായാൽ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യുന്ന ഇടങ്ങളിലൊന്നാണ് കലാലയങ്ങൾ. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നഗരത്തോട് ഹൃദയഭാഗത്തുള്ള മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളോട് തന്നെ ഇലക്ഷനെ പറ്റി ചോദിച്ചറിയാം. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം അന്നുള്ളതൊക്കെ തീരുമാനം എടുത്തോ? തീരുമാനം എടുത്ത് നമ്മളിപ്പോൾ ഒരു ഭരണം കണ്ടതാണല്ലോ. അതിൻ്റെ ബേസിസിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്ത്, അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ബേസിസിലൊക്കെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അവനേതായ ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ബേസിസിൽ വോട്ട് ചെയ്യും. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തൊക്കെ നമുക്ക് അറിയുന്ന സ്ഥാനാർത്ഥികളായിരിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അറിയാത്ത സ്ഥാനാർത്ഥികളാവുക. അപ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ടാവും വോട്ട് ചെയ്യുക? അതെ, രാഷ്ട്രീയം നോക്കിയിട്ട് തന്നെ വോട്ട് ചെയ്യുക. എന്തായാലും ഇപ്പോൾ പഞ്ചായത്താണെന്നുണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബേസ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ബേസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ നമ്മൾ പാർട്ടിനെ നോക്കിയിട്ടല്ലേ വോട്ട് ചെയ്യേണ്ടത്, അല്ലാതെ ഒരു വ്യക്തിൻ്റെ മാത്രം തീരുമാനങ്ങളല്ല നടപ്പിലാക്കുന്നത്. ആളെ നോക്കിയിട്ട് വോട്ട് ചെയ്യും. ആൾക്കാർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള രീതിക്കൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യും. എനിക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ട്, അതെന്നെയൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പഞ്ചായത്ത് എന്നൊക്കെ ആ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആരാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുക, അതുപോലെ തന്നെ നമുക്ക് അതിന് വേണ്ട അപ്ഡേഷൻസ് തരാൻ നല്ല നല്ല കാര്യങ്ങൾ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ വരുത്തുന്നോ അതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഈ പാർട്ടിക്ക് ഉദ്ദേശിച്ച് കൊടുത്തിട്ട് അവർ ചിലപ്പോൾ ആ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വോട്ട് വേസ്റ്റ് ആവാണ്. അതേസമയം ആരവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വോട്ട് ചെയ്യണം എന്നാണ്. അത് ഇതുവരെ ചെയ്ത് ഒക്കെ അവിടെയുള്ള വികസനം എല്ലാം നോക്കിയിട്ട് ഇനി അടുത്താളെ നോക്കുള്ളൂ. എന്തായാലും വീട്ടുകാരെ നോക്കിയിട്ടില്ല, ഞാൻ എൻ്റെ അഭിപ്രായം നോക്കിയിട്ടായിരിക്കും ചെയ്യാം. ഒരുപാട് തവണ മത്സരിച്ച് ജയിച്ചവർ വേണ്ട, പുതിയ ആൾക്കാർ വരട്ടെ എന്നാണോ യുവതലമുറയ്ക്ക് പറയാനുള്ളത്? പുതിയ ആൾക്കാർ വരട്ടെ, അവരുടെ കഴിവ് എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. ഇപ്പം എന്ത് ആവശ്യത്തിനായാലും മീൻസ് ഇപ്പോൾ ഡെവലപ്മെൻ്റ് ആയാലും അല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പോൾ ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിച്ചോ? ആകെ തീരുമാനിച്ചു. വോട്ട് ഇടതിന് തന്നെയാണ്. കാരണം എന്താ ഇടതിന് വോട്ട് ചെയ്യാം? വികസനത്തിന് വോട്ടാണ്. പിന്നെ ഇടതിന് കൃത്യമായിട്ടുള്ള ആശയമുണ്ട്. മറ്റുള്ളവർക്കൊന്നും ആശയം പേരിൽ മാത്രമാണ്, ഇവിടെ ഒന്നും നടക്കുന്നൊന്നുമില്ല. ആദ്യത്തെ വോട്ടാണോ, ഫസ്റ്റ് വോട്ടാണോ? അല്ല, രണ്ടാമത്തെ വോട്ട്. വികസനം നോക്കിയിട്ട് ഞാൻ വോട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ആരും നല്ലൊരു വികസനം കൊണ്ടുവന്നിട്ടുണ്ടാവുക, അപ്പോൾ അവർ തന്നെ വോട്ട് കൊടുക്കുന്നുണ്ടാവുക. ഭരണവിരുദ്ധ വികാരങ്ങൾ ഈ ഇലക്ഷനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കധികം വികസനങ്ങളാണ് ഇപ്പം നമ്മളുടെ ഇപ്പം നിലവിലുള്ള സർക്കാർ കാഴ്ചവെക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾ വികസനം നോക്കി വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഇങ്ങനത്തെ ഒരു വികാരം ചില ഇതര പാർട്ടികളും എന്താ പറയുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു വികാരം വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ആശയത്തിന് പുറത്താണ് പൊളിറ്റിക്സിലേക്ക് ആശയം കണ്ടിട്ട് തന്നെയാണ് പാർട്ടി തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയം വേണം എന്നാണ്. രാഷ്ട്രീയം വേണം. രാഷ്ട്രീയമില്ലാതെ നമുക്ക് ഒരാളെ വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ബേസിക്കലി ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ അവിടെ വികസനം നടക്കുകയുള്ളൂ. അപ്പോൾ ആൾക്കാരെ നോക്കേണ്ട ആൾക്കാർ എന്താ പറയുക, വികസനങ്ങൾ എത്ര മുന്നോട്ടേക്ക് പോകുന്നുണ്ട് നോക്കിയിട്ട് ചെയ്യലാണ് നല്ലത്. പുതുതലമുറ തീരുമാനമെടുത്തു കഴിഞ്ഞു ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും അവരുടെ വോട്ട്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.